ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂണിൻ്റെ തോരനാണ് കേട്ടോ കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത്രയും കൂണെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 70 രൂപയ്ക്കുണ്ട് ഈ കൂണ്. 70 രൂപയ്ക്ക് കൂണ് മേടിച്ചാൽ 3 പേർക്ക് കഴിക്കാട്ടത്. പിന്നെ തലഭാഗം മുറിച്ച് കളയാം. അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് കഴുകിയിട്ട് എപ്പോഴും ഞാൻ കൂണ് കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരിട്ട് കഴുകും കേട്ടോ. എന്നിട്ടിങ്ങനെ അടർത്തി എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് ഇതിപ്പോൾ കഴുകിയതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്നത്. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം. ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു നാടൻ രീതിയിലുള്ള വെപ്പും നല്ല കൂണിൻ്റേതായ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും അങ്ങനെ വെക്കുമ്പോൾ. വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ വെക്കാം, പക്ഷേ എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് വാടി വരട്ടെ. ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂണ് വെന്ത് വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ലേശം തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ഇത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം കൂണിട്ട് കൊടുക്കാം. ഇത്രയും വഴന്നാൽ മതി കേട്ടോ. ഇതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. വല്ലാണ്ട് വരണ്ട, കൂണൊന്ന് വെന്ത് കിട്ടണ്ടേ. കഴുകി വെള്ളം ഫുള്ള് പിഴിഞ്ഞ് കളഞ്ഞ കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചില്ല കേട്ടോ, വീഡിയോയിൽ വന്നില്ല. അതപ്പോൾ ആ സമയത്ത് ഓഫായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ്. ഇത് പറയാത്തവർ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് കേട്ടോ അത്. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടല്ലോ, മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ കൂണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മുന്നേ ഒന്ന് വഴറ്റേണ്ടതായിരുന്നു. ഞാനപ്പോൾ ഇതിൽ കൂടെ വഴറ്റി കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ. ഒക്കെ കൂടി കഴിഞ്ഞാൽ കൂണിൻ്റെ ടേസ്റ്റ് കുറഞ്ഞ് കിട്ടും. അതാണ്. മസാലയുടെ മണം മുന്നിൽ വന്ന് നിൽക്കരുത് കേട്ടോ, അത് താന്ന് നിൽക്കണം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് കുരുമുളക് പൊടി. കണ്ടോ, അത്രയും പണിയുള്ളൂ. നാളികേരം ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.